ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം, എന്നാൽ കറി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്താലാണ് നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് മൈദ എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മളിതിപ്പോൾ 1 കപ്പ് മൈദ ആയതുകൊണ്ട് 2 മുട്ട എടുത്തിട്ട്, ഇനിയിപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്താലും ഈ 2 മുട്ട തന്നെ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1 മുട്ട ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മുട്ട മിക്സിയിലേക്ക് ചേർത്തിട്ട് ഒന്നിച്ച് അടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. മുട്ട ഇതുപോലെ ജസ്റ്റ് ഒരു വിസ്കോ ഒരു ഫോർക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നാലാണ് ഈ അപ്പം ചുടുന്ന സമയത്ത് ശരിയായ രീതിയിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് പണിയൊന്നുമില്ല. ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഒരു സൈഡൊന്ന് വെന്താൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചും വിട്ട് കൊടുക്കണം. അപ്പോൾ 1-2 തവണ തിരിച്ചും മറിച്ചും വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു സൈഡിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. 1-2 തവണ തിരിച്ചും മറിച്ചും വിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് വരികയും ചെയ്യും. ആ സമയത്ത് നമുക്ക് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മാവൊഴിക്കുക, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. 2-3 തവണ തിരിച്ചും മറിച്ചും വിട്ടിട്ട് നല്ല രീതിയിൽ മൊരിച്ചെടുത്താൽ നമുക്കിത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കറി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ഗ്രേവി കുറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഈ ഒരു അളവിൽ 1 കപ്പ് മൈദ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈസിലുള്ള ഒരു 8-10 അപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ മൈദ ഒക്കെ എടുത്താൽ മതി. ഇതുപോലെ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.